യുക്രൈൻ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി ഭൂമി കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടത്തിയേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. വെള്ളിയാഴ്ചയാണ് അലാസ്കയിൽ വെച്ച് പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുക. അജയ് സുധാബിജു തുടരുന്നുണ്ട്. അജയ്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന്, ത്രികക്ഷി ചർച്ചയല്ല നടക്കാൻ പോകുന്നത്, പുടിനും ട്രംപും മാത്രമുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പുടിനെ ഈ വിഷയത്തിൽ അനുനയിപ്പിക്കുക എന്നുള്ള ഒരു വിഷയം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇതാ സെലൻസ്കിയുടെ നയം അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയ്ക്കും ഇല്ല എന്നുള്ളത്. അപ്പോൾ പുടിൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഈ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുമോ? വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ എന്നുള്ള ആശങ്ക വീണ്ടും കൂടുകയാണോ? ആര്യ, മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടുകൊണ്ടുള്ള ഒരു മാടമ്പി നയം അല്ലെങ്കിൽ ഒരു ലോക പോലീസ് മേധാവിത്വം, ഇതെല്ലാം അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇതാദ്യമായിട്ടല്ല നടത്തുന്നത്. ഇതിനു മുൻപ് പല ഇപ്പോൾ യുദ്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇദ്ദേഹം ഇതുപോലെയുള്ള ഒരു പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമായിട്ടാകണം അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ, അലാസ്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഭൂമി കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വന്നേക്കാം എന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. ഈ ഒരു കാര്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇപ്പോൾ നിലവിൽ യുക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി ചെയ്യുന്നത്. ഇതിനു മുൻപ് തന്നെ നിരവധി ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ യുക്രൈൻ്റെ ഭൂമി അത് റഷ്യക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരു വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കും എന്നുള്ള കാര്യമെല്ലാം വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ഡോൺബോസ് ഭൂമി അത് തന്നെയാണ് റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനു മുൻപ് റഷ്യൻ ഇൻവേഷൻ ഉണ്ടായപ്പോൾ അവർ ആദ്യം പിടിച്ചടക്കിയത് ഈ ഡോൺബോസ് മേഖലയായിരുന്നു. ഈ ഡോൺബോസ് മേഖലയെ റഷ്യയ്ക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിരിക്കും പ്രധാനമായിട്ടും പുടിൻ ഉന്നയിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആകണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഭൂമി കൈമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നേക്കാം എന്നൊരു സൂചന നൽകിയത്. ഇപ്പോൾ ഇതിനു മുൻപ് സെലൻസ്കിയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് നിരവധി വിമർശനങ്ങളുണ്ടായിരുന്നു. സെലൻസ്കി തന്നെ ഇതിൽ ഈ ഒരു ചർച്ചകൾക്ക് തങ്ങൾ കൂടി ഇല്ലാതെ നടക്കുന്ന ഈ ഒരു ചർച്ചകളിൽ ആശങ്കയുണ്ടെന്നും ഏതെങ്കിലും തരത്തിൽ ഈ യുക്രൈന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സെലൻസ്കിയുടെ ഈ ഒരു ആശങ്കകൾക്ക് പരിഹാരം എന്നോണം ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹവുമായി ഒരു അനൗദ്യോഗികമായി ഒരു ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ടെലിഫോൺ വഴിയായിരിക്കും ഈ ചർച്ച നടത്തുക. അതിനു മുൻപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യ പടി എന്നോണം പുടിനുമായി സംസാരിച്ച് റഷ്യയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സെലൻസ്കിയുമായി അടുത്ത ഘട്ടത്തിൽ ഔദ്യോഗികമായി തന്നെ ഒരു ചർച്ച നടത്താനാണ് അമേരിക്കയുടെ പുതിയൊരു നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയും നിർണായകം തന്നെയാണ്. കാര്യം 2021 ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു റഷ്യൻ രാഷ്ട്രത്തലവനും അമേരിക്കൻ രാഷ്ട്രത്തലവനും തമ്മിൽ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത്. ആര്യ, തീർച്ചയായും അജയ് സുധാബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ അലാസ്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ച വലിയ ആകാംക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു അവസാനം കണ്ടെത്തുമോ എന്നുള്ള വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടെത്തട്ടെ എന്നുള്ള വലിയ പ്രത്യാശയും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ ട്രംപിന്റെ ചില പരാമർശങ്ങൾ അത് വീണ്ടും സെലൻസ്കിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് സെലൻസ്കി ആവർത്തിച്ച് പറയുമ്പോൾ അത് ഈ ട്രംപും പുടിനുമായി നടക്കാൻ പോകുന്ന സമാധാന ചർച്ചകളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമാണ്. എന്തായാലും സെലൻസ്കിയും ട്രംപും ഇന്ന് അനൗദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ സമയം ഏതെങ്കിലും തരത്തിൽ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.